ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒറോട്ടി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1.25 കപ്പാണ്. അതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം സവോള എടുത്ത് അത് ചെറുതാക്കി അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചുരുണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ഗ്ലാസോളം, അപ്രോക്സിമേറ്റ്ലി 1/2 ഗ്ലാസോളം വരുന്നുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് എനിക്കിഷ്ടം, പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി, പക്ഷെ 1/2 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതിയാവും. അതിനുശേഷം ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ നമ്മൾ തേങ്ങ ചുരണ്ടിയതൊക്കെ ചേർത്തിട്ടുള്ള അപ്രോക്സിമേറ്റ്ലി ഒരു 1/2 കപ്പോളം വരും, അത്രയും തന്നെ ചേർക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലോട്ട് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പൊടിക്ക് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നിങ്ങളത് ഇളക്കി കഴിയുമ്പോൾ ഒരുമാതിരി ഭയങ്കര ഒരു പേസ്റ്റ് പോലെ, അത് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതല്ല ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞ ഈ കണക്കിനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് ഇത് ഇതേപോലെ പേസ്റ്റ് പോലെ വരണം. ഇതാണ് അതിൻ്റെ പരുവം. അതായത് നമ്മളുടെ ഈ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ അത്രയും കട്ടിയാവാൻ പാടില്ല, എന്ന് ഒരുപാട് കുറുക്ക് പോലെയും ആകാൻ പാടില്ല. ഇതേപോലെ ഒരു പേസ്റ്റ് പരുവം വരണം. അപ്പം ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുത്ത് ഇതുപോലത്തെ ഒരു തവ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു കയ്യിൽ പിടിക്കാവുന്ന അത്രയും മാവ് എടുക്കാം. ഒരുപാട് മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേലും കൂടുതൽ മാവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ ഒറോട്ടി എപ്പോഴും ചെറിയൊരു കട്ടിപ്പ് ഉണ്ട് അതിന്, എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും മാവ് എടുത്തിട്ട് അത് ഇതേപോലെ നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുക. ഒരുപാട് ചൂട് കൂടിയാലും നമുക്ക് പരത്താൻ പറ്റില്ല, കാരണം നമ്മുടെ കൈ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മാക്സിമം തിന്നാക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ഇതേപോലെ വെച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ഒറോട്ടിയുടെ സൈഡ്സ് ഒരിക്കലും ഇങ്ങനെ സ്മൂത്ത് സൈഡ്സ് ആവില്ല, ഇതേപോലെ ഇങ്ങനെ കട്ടായ പോലെ ഇരിക്കും, അതിൻ്റെ സൈഡ് മുറിഞ്ഞിരിക്കും. അതാണ് ഒറോട്ടിയുടെ രീതി, അങ്ങനെയാണ്. അപ്പോൾ പറ്റാവുന്ന അത്രയും നിങ്ങൾ പരത്തിയെടുക്കുക, പറ്റാവുന്ന അത്രയും തിന്നാക്കി പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് അഗൈൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് നമുക്ക് വേവിച്ചെടുക്കാൻ. 2 സൈഡും നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ ഇങ്ങനെ വിള്ളലൊക്കെ വരാണ്ട് നോക്കുക. അങ്ങനെ ചെറുതായിട്ട് വിള്ളൽ പോലെ വരണുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അതായത് ആ ഭാഗം അധികം വെന്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ഇച്ചിരി ഫ്യൂ സെക്കൻഡ്സും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം നിങ്ങളത് മറിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ച് എടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടുത്ത ഒറോട്ടി ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ തവ നല്ല ചൂടായിരിക്കും. അപ്പോൾ വീണ്ടും ഗ്രീസ് ചെയ്ത് വീണ്ടും നമ്മൾ കൈവച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അധികം അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല, കാരണം ചൂടാവുമ്പോൾ അത് പെട്ടെന്ന് തൊട്ടിപ്പിടിക്കുകയും പിന്നെ നമ്മുടെ കൈ പൊള്ളിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ആ ചൂടൊന്ന് കുറച്ച് ലോ ഡൗൺ ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്തത് ചുട്ട് തുടങ്ങാൻ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കും ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ ഒറോട്ടിക്ക് എപ്പോഴും ഇച്ചിരി എരിവ് നിൽക്കുന്നത് നല്ലതാണ്, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ പച്ചമുളക് ഇട്ടത്. നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. അതുപോലെ തന്നെ നിങ്ങൾ ചില ഒറോട്ടി റെസിപ്പീസിൽ എല്ലാവരും ഒന്നും സവോളയൊന്നും ചേർക്കില്ല, പക്ഷെ ഞാനത് ചേർക്കേണ്ടത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്, ഞാൻ അവിടെ നിന്നാണ് ഇത് പഠിച്ചത്. അപ്പോൾ അവിടെ എപ്പോഴും അവർ സവോളയും പച്ചമുളകൊക്കെ ചേർത്ത് ഭയങ്കര ടേസ്റ്റിലാണ് അവർ ഉണ്ടാക്കുക. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് ശരിക്കും വയറ് നിറയും. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.
മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അത് ടോട്ടലി ഫ്രീ ആണ്. ഒരുപാട് പേര് വിചാരിക്കുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാശ് പോകുന്നതാണ്. കാശൊന്നും പോകില്ല, ഫ്രീ ആണ്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.